പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു MLA എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജി സ്വമേധയാ വെക്കേണ്ടതാണ്. അതല്ല അദ്ദേഹത്തിനെ ആരാണ് രാജി വെപ്പിക്കേണ്ടത് എന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. നിയമസഭാ സ്പീക്കറാണോ എന്നുള്ള കാര്യം, ആരാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണ എനിക്കില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ പറയുന്നത് അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ വെക്കുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകണം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ പരാതി, ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അടക്കം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ പരാതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതല്ല, മൂന്നാമത് ഒരു അതിജീവിത കൂടി വന്നിട്ടുണ്ട്. ആ മൂന്നാമത്തെ അതിജീവിതയുടെ കേസിലാണ് ഈ മനുഷ്യനെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുന്ന സൈബർ ആളുകൾ അറിയേണ്ടതുണ്ട്. അതായത് ഇനിയും ഒരു സീരീസ് ഓഫ് റേപ്പിസ്റ്റ് ആണ് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം ഏറ്റെടുക്കേണ്ട കാരണമാണ്. അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട ഒരു ഗതികേടും കോൺഗ്രസ് പ്രസ്ഥാനത്തിനില്ല. കാരണം അദ്ദേഹത്തിന് ഈ പരാതികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനു പേരിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നെറുകേടിന്റെ ഉത്തരം പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.